തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 72,000 രൂപ പിഴയും ഒടുക്കണം. 50,000 രൂപ ഇരയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. 2024 ഫെബ്രുവരി 19 കേസിന് ആസ്പദമായ സംഭവം. റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചു വരികയായിരുന്ന നാടോടി സംഘത്തിലെ കുട്ടിയെ മിഠായി നൽകി പ്രലോഭിപ്പിച്ച ശേഷം പ്രതി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. ഒച്ചവെച്ച കുട്ടിയെ വാ പൊത്തിപ്പിടിച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ ശേഷം മരിച്ചെന്ന് കരുതി തൊട്ടടുത്ത ഓടയിലേക്ക് ഉപേക്ഷിച്ചു. തുടർന്ന് അർദ്ധരാത്രിയോടെ കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പിതാവ് പരാതി നൽകിയും 19 മണിക്കൂറോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 500 അടി താഴ്ചയുള്ള ഓടയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്തു. കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. തുടർന്ന് പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. 13 ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടി. ഈ പ്രതി ഇതിനു മുൻപും ഇത്തരത്തിൽ പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും തുടർന്ന് ശിക്ഷ അനുഭവിച്ചു വരികയുമായിരുന്നു. കൃത്യം ചെയ്ത പ്രതി ഇവിടെ നിന്നും സ്ഥലം വിട്ട് ആലുവയിലേക്കും തുടർന്ന് പഴനിയിലടക്കം പോയി മൊട്ടയടിക്കുകയും രൂപമാറ്റം വരുത്തിയും മറ്റുമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഭാഗത്തൂടെ സഞ്ചരിച്ച സിം കാർഡുകളുടെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച പോലീസ് തെളിവുകളൊന്നും ലഭിക്കാത്തതിന്റെ ഭാഗമായി തുടർന്ന് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. തുടർന്ന് ഇതിനു മുൻപ് നടത്തിയ കൃത്യങ്ങളിലെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിലവിൽ ഈ പ്രതിക്ക് 67 വർഷം തടവ് ശിക്ഷയാണ് തിരുവനന്തപുരം പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. രൂപം മാറി സഞ്ചരിച്ച പ്രതിയെ തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ പല ഭാഗങ്ങളിലും പോലീസ് വലവിരിച്ച് കാത്തിരുന്ന ശേഷം അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു. ഈ പ്രതിക്ക് കനത്ത ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷനും ഒപ്പം പോലീസ് അന്വേഷണത്തിനും വലിയ ഒരു പങ്കുണ്ട്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം.